ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു മൈനർ പാസ്പോർട്ടിന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ passportindia.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുക. പാസ്പോർട്ട് റിന്യൂവൽ ആയാലും ഫ്രഷ് ആയാലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക. ഇപ്പൊ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മൾ ഒരു പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പം കൊടുക്കാൻ പോകുന്നത് മൈനർ പാസ്പോർട്ടാണ്. മൈനർ പാസ്പോർട്ടിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്നുള്ളത് ഒന്ന് കുട്ടിയുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ പാരന്റ്സിന്റെ മാതാപിതാക്കളുടെ പാസ്പോർട്ട്. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരാറുണ്ട്, അച്ഛനിക്കും അമ്മയ്ക്കും പാസ്പോർട്ട് ആവശ്യമാണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇല്ല അച്ഛനിക്ക് മാത്രമാണുള്ളത്, കുട്ടിക്കും അമ്മയ്ക്കും ഒരുമിച്ച് പാസ്പോർട്ടിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നോർമലി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ ഒരു ഇളവുള്ളത് എന്നുള്ളത് അച്ഛന്റെ പാസ്പോർട്ടിനകത്ത് അമ്മയുടെ പേരുണ്ടെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും ഒരുമിച്ച് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പാസ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് കുട്ടിക്ക് പാസ്പോർട്ടിന് എടുക്കാനായിട്ട് പറ്റുക. ഇനി ചില കേസുകൾ ഉണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുന്ന കേസുകൾ. അങ്ങനെയുള്ള കേസുകൾ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചാലും മതിയാവുന്നതാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ID ഉപയോഗിച്ചിട്ട് നമുക്ക് 5 പാസ്പോർട്ടുകളാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 4 ഫോട്ടോ കൂടി കൊണ്ടുപോവേണ്ടതാണ്. 100 രൂപ ഇളവുണ്ടാവും ആ സമയത്ത്. ഇനി അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മളിവിടെ യൂസർ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ID ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയി കഴിയുമ്പോൾ ഇതുപോലെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫ്രഷ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുന്നു, നോർമൽ സെലക്ട് ചെയ്യുന്നു, 36 പേജ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ വേറെ ഒന്നും മാറ്റം വരുത്തി കൊടുക്കുന്നില്ല. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗിവൻ നെയിം എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം എന്നുള്ള ഭാഗത്ത് ഇനീഷ്യലുകൾ ഉണ്ടെങ്കിൽ ഇനീഷ്യലിന്റെ എക്സ്പാൻഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. മറ്റൊരു പേരുണ്ടോ എന്നുള്ള ചോദ്യം, അതുപോലെ പേര് തിരുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, രണ്ടും യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പ്ലേസ് ഓഫ് ബർത്ത് ഇന്ത്യക്ക് വെളിയിലാണോ ചോദിക്കും. അത് നോർമലി നോ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മാറ്റമൊന്നും വരുത്തിക്കണ്ടെങ്കിൽ നമുക്ക് അവിടെ മാറ്റമൊന്നും വരുത്തിക്കാതെ തന്നെ കൊടുക്കാം. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക. സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ സിംഗിൾ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ വോട്ടർ ID കാർഡ് കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പാൻ നമ്പർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുക്കാം. ഇവിടെ നമ്മുടെ അപേക്ഷിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഗവൺമെന്റ് സർവന്റ് ആണോ എന്നുള്ളതാണ്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ 7th പാസ് ഓർ ലെസ് ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവാത്ത കുട്ടികളാണെങ്കിൽ. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ നോർമലി ഓട്ടോമാറ്റിക് ആയിട്ട് ECR കാറ്റഗറി നോയിലോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കുട്ടികൾക്ക് ECR കാറ്റഗറി ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ECR വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ യെസ്സിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കാം. 10th പാസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് യെസ്സിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ അതിൽ താഴെയുള്ള ഏത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഇവിടെ നോ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളവിടെ യെസ്സിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഫാദർ നെയിം ഭാഗത്ത് ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം ഉണ്ടെങ്കിൽ സർനെയിം കൊടുക്കുക. മദർ നെയിം ഭാഗത്ത് മദർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫാദറിന്റെയും മദറിന്റെയും പാസ്പോർട്ട് നമ്പർ ആണ് ഇവിടെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് കോളമാണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ കോളം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കോളം നമ്മൾ പൂരിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ ലീഗൽ ഗാർഡിയൻ നെയിം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മൾ ലീഗൽ ഗാർഡിയൻ നെയിം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പാസ്പോർട്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ആദ്യം അച്ഛന്റെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അമ്മയുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഒന്നുകിൽ അഡ്രസ്സായിട്ട് ആധാർ കാർഡിലെ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ആധാർ കാർഡിലെ അഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനി അല്ല അഡ്രസ് പ്രൂഫ് ആയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി നമുക്ക് അഡ്രസ് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കുട്ടിയുടെ ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റമാണ്, പക്ഷെ അവർക്ക് വരേണ്ടത്
കുട്ടിയുടെ അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ പാസ്പോർട്ടിലുള്ള പോലെയാണ് അഡ്രസ്സ് വരേണ്ടത്, നമുക്കത് പ്രൂഫായിട്ട് പരിഗണിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ വീട്ടുപേര് കൊടുക്കുക, അതിനുശേഷം പോസ്റ്റ് ഓഫീസ് ഏതാണോ കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് കൊടുത്തതിന് ശേഷം PO എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോമ ഇടുക. അതിനുശേഷം സ്ഥല നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോക്കലായിട്ടുള്ള സ്ഥല നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക, പോലീസ് സ്റ്റേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ലിസ്റ്റിൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സിറ്റി റൂറൽ ഉണ്ടാവും, മാറ്റി കൊടുത്ത് നോക്കുക. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ നമ്പർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റമറുടെയോ നിങ്ങളുടെയോ ആരുടെയെങ്കിലും ഇമെയിൽ ID നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ള ചോദ്യമുണ്ട്, പെർമനന്റ് അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ളത്. അതിൽ യെസ് ക്ലിക്ക് ചെയ്ത് അടുത്ത ഓപ്ഷനും യെസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. SMS-ന്റെയും അതുപോലെ തന്നെ RPOയുടെയും ഓതന്റിക്കേഷൻ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ബന്ധപ്പെടാനുള്ള ഒരാളുടെ മൊബൈൽ നമ്പർ, അഡ്രസ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേര് മാത്രം കൊടുത്താൽ മതി. നെയിം ആൻഡ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്, പേര് മാത്രം കൊടുത്താൽ മതി. ഒപ്പം തന്നെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. മറ്റു 2 ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളാണ്. അത് 3 നമ്മൾ നോ തന്നെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്തോട്ട് വരിക. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നോയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കുട്ടികളുടെ കേസിലായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമുക്ക് കേസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നമ്മൾ നോ തന്നെ കൊടുക്കുക. ഇപ്പൊ നമുക്കതിന്റെ പാസ്പോർട്ടിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പേര്, സർനെയിം, അതുപോലെ തന്നെ ഗിവൻ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അച്ഛന്റെ അമ്മയുടെ പേര്, അതുപോലെ തന്നെ ഹൗസ് നെയിം, കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. അടുത്തായിട്ട് പ്രൂഫ് ഓഫ് ബർത്ത് ആയിട്ട് നമുക്ക് ആധാർ കാർഡ് ആധാർ കാർഡ് കൊടുക്കാം. ഇതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാം. കുട്ടികളുടെ കേസിൽ, നല്ല ചെറിയ കുട്ടികളുടെ കേസിലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്, മാൻഡേറ്ററി നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. സോ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അല്ലെങ്കിൽ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രൂഫിൽ എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് എന്താണ് പ്രൂഫ്, ആധാർ ആണെങ്കിൽ ആധാർ കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പാരന്റിന്റെ പാസ്പോർട്ട് കോപ്പി ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 തരത്തിലുള്ള അനക്സറുകൾ ഉണ്ട്. ഓരോ അനക്സറുകളും എന്താണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് അതിനെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും. അതിൽ അനക്സർ D ആണെങ്കിൽ നമുക്ക് പാരന്റ് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ വിദേശത്താണെന്ന് കരുതുക. സോ അങ്ങനെ സമയങ്ങളിൽ അനക്സർ D നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അനക്സർ C നമ്മൾ കൊടുക്കേണ്ട കേസ് എന്നുള്ളത് ഏതെങ്കിലും ഒരു രക്ഷിതാവ്, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് ഈ കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് കൺസെന്റ് നൽകുന്നില്ല എങ്കിൽ അതിനുള്ളതാണ് അനക്സർ C എന്നുള്ളത്. അനക്സർ I എന്നുള്ളത് നോർമലി സാധാരണ രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതല്ല, ടെസ്റ്റ് ട്യൂബ് ശിശു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അനക്സർ I കൊടുക്കാം. നോർമൽ കേസുകൾ വരാനുള്ള സാധ്യതയില്ല. അനക്സർ D ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും വരിക. അനക്സർ D വേണമെങ്കിൽ നമുക്ക് ഇവിടെ അനക്സർ D എന്നുള്ള ടിക്ക് കൊടുത്ത് അനക്സർ D യുടെ ഒരു പ്രിന്റ് ഔട്ട് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഗ്രി ബോക്സ് ടിക്ക് കൊടുക്കുക. സബ്മിറ്റ് ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓൺലൈൻ തന്നെ സെലക്ട് ചെയ്യുക. SBI എല്ലാം നമ്മൾ സെലക്ട് ചെയ്യരുത്. നെക്സ്റ്റ് ഭാഗത്തോട്ട് വരിക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഏത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, പാസ്പോർട്ട് ഓഫീസോ അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രീന് കാണിക്കുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, റെഡ് കാണിക്കുന്നത് ഓൾറെഡി ഫുൾ ആയതാണ്. സോ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേ ആൻഡ് ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ അണ്ടർസ്റ്റാൻഡ് സെലക്ട് ചെയ്യുക. ഇവിടെ UPI ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുക. സാധാരണ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ കസ്റ്റമർക്ക് സ്ലിപ്പ് എടുത്ത് കൊടുക്കുക. സ്ലിപ്പ് എടുത്ത് കൊടുത്ത് അതിന്റെ കൂട്ടത്തിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളുടെ കോപ്പി കൂടി എടുത്ത് കൊടുക്കുക. ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റിനകത്ത് അനുവദിച്ച് തന്നിരിക്കുന്ന ഡേറ്റിൽ കൃത്യമായിട്ട് അവിടെ മാതാപിതാക്കളെയും കൂട്ടി അവരുടെ ഒറിജിനൽ ഡോക്യുമെന്റും എടുത്ത് പോകാനായിട്ട് പറയുക. ഇതാണ് നോർമലി കുട്ടികളുടെ കേസിലുള്ള പാസ്പോർട്ടിന്റെ അപേക്ഷയുടെ രീതി എന്നുള്ളത്.